എൻ്റെ കഷ്ടത മാറുമോ? എത്ര നാൾ ഞാൻ ഈ കഷ്ടം അനുഭവിക്കണം? ഈ കഷ്ടത എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല? ഞാനും എൻ്റെ കുടുംബവും കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഈ കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ മുതൽ, ഈ ജോലിയിൽ പ്രവേശിച്ച സമയം മുതൽ, ഈ രാജ്യത്ത് എത്തിയ സമയം മുതൽ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്ന് അങ്ങനെ പറയുന്ന പ്രിയപ്പെട്ടവർ ഈ മെസ്സേജ് പൂർത്തിയാക്കി നിങ്ങൾ കേൾക്കുക. കാരണം ഈ വചനത്തിൽ കൂടെ നിങ്ങളെ യേശുവിന് ചിലത് സംസാരിക്കാനുണ്ട്. കഷ്ടത ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിത്യതയിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ, ഒരു ക്രിസ്തു ഭക്തനെ ഒരുക്കിയെടുക്കാൻ കഷ്ടത അനിവാര്യമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു പാത്രം ഉണ്ടാക്കണമെങ്കിൽ അതിന് മണ്ണ് ആവശ്യമാണ്. ആ മണ്ണ് കുഴയ്ക്കേണ്ടതുപോലെ കുഴച്ചും ചക്രത്തെ വെക്കേണ്ടതുപോലെ വെച്ചും അതിനെ രൂപപ്പെടുത്തേണ്ടതും ആവശ്യമാണ്. വെറും മണ്ണ് വാരി ചക്രത്തെ വെച്ചാൽ അതൊരിക്കലും പാത്രമായി മാറുകയില്ല. പകരം ആ മണ്ണിനെ വെള്ളം ഒഴിച്ച് കുഴച്ച് ചവിട്ടി പൾപ്പ് രീതി ആക്കണം. പണ്ട് കാലങ്ങളിൽ മനുഷ്യർ പാത്രമുണ്ടാക്കാൻ മണ്ണിനെ ചവിട്ടി കുഴയ്ക്കുമായിരുന്നു. ഇന്ന് ടെക്നോളജികൾ മാറി മിഷൻ വെച്ച് ഈ മണ്ണിനെ കുഴച്ച് എടുക്കുക പതിവാണ്. മിഷൻ വെച്ച് കുഴച്ചെടുക്കുന്നതും മനുഷ്യൻ തൻ്റെ കൈകൊണ്ടും കാലുകൊണ്ടും ചവിട്ടി ഞെരിച്ച് ആ മണ്ണിനെ പൾപ്പാക്കി അല്ലെങ്കിൽ പശയാക്കി എടുക്കുന്നതും ആ മണ്ണിനെ സംബന്ധിച്ച് അത് മണ്ണിൻ്റെ അനുഭവത്തിൽ അതൊരു കഷ്ടതയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. എന്നതുപോലെ ഒരു ക്രിസ്തു ഭക്തൻ തൻ്റെ ജീവിതത്തിൽ ഒരു പാത്രം ആകണമെങ്കിൽ, ഉപയോഗമുള്ള ഒരു പാത്രമാകണമെങ്കിൽ, പ്രയോജനമുള്ള ഒരു വസ്തുവായി മാറണമെങ്കിൽ, അതിന് വേണ്ട നിലയിലേക്ക് ഒരു ഉയർച്ചയും വിലയും മഹത്വവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ചില കഷ്ടതയിൽ കൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിനകത്ത് ഉത്തമമായ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ പാപം തന്നെ ആയുധമായി ധരിപ്പി. യേശു കർത്താവിനെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ട്, യേശു കർത്താവിനെ ചൂണ്ടിക്കാട്ടിയിട്ട് നമ്മളോട് പറയുകയാണ്, ക്രിസ്തു പോയ അതേ പാതയിൽ, ക്രിസ്തു അനുഭവിച്ച അതേ അനുഭവം, ക്രിസ്തു ഏറ്റെടുത്ത കഷ്ടത നാമും സഹിക്കണം എന്നും ക്രിസ്തുവിൻ്റെ അതേ ഭാവം നമ്മളിൽ ഉണ്ടാകണം എന്നും ഇവിടെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ 1 പത്രോസിന്റെ ലേഖനം, 2 പത്രോസിന്റെ ലേഖനം, 2 ലേഖനങ്ങളാണ് പത്രോസ് നമുക്ക് തന്നിരിക്കുന്നത്. 1-ാമത്തെ ലേഖനത്തിനകത്ത് വിശ്വാസികൾ കഷ്ടതയിലും പീഡകളിൽ കൂടെയും കടന്നു പോകുന്നു എന്നറിഞ്ഞ് അവരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ, പീഡകൾക്കകത്തും കഷ്ടതകൾക്കകത്തും അവരെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തുവാൻ 1-ാമത്തെ ലേഖനത്തിൽ പത്രോസ് പരിശ്രമിക്കുകയാണ്. എന്നാൽ 2-ാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ കഷ്ടതയിലും പീഡകളിലും പോകുന്ന ജനത്തെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി നിർത്തുന്ന ഭാഗമല്ല. 2-ാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് വ്യാജ സുവിശേഷവും വഞ്ചനയും ഉള്ള നാവുകൊണ്ട് തൻ്റെ ജനത്തെ തെറ്റിക്കുവാൻ, നിത്യതയിൽ നിന്നും ദൈവസഭയിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും വേർപാടിൽ നിന്നും ജനത്തെ തെറ്റിക്കുവാൻ ഒരു കൂട്ടം നുഴഞ്ഞു കയറിയ ദുരാത്മാക്കളും അവരുടെ പ്രവൃത്തികളെയും തിരിച്ചറിഞ്ഞിട്ട് പത്രോസ് ജനത്തെ ഉപദേശിക്കുകയാണ്. വ്യാജ സുവിശേഷത്തിലേക്ക്, വ്യാജ പ്രവചനത്തിലേക്ക്, വ്യാജ രോഗശാന്തിയിലേക്ക്, വ്യാജ ഇടപെടലുകളിലേക്ക് നിങ്ങൾ അകപ്പെട്ടു പോകരുത്. നമുക്ക് വേണ്ടി കർത്താവ് വരും, കർത്താവ് നമ്മളെ ചേർത്ത് കൊണ്ടുപോകും. അതുകൊണ്ട് ആ വരവിനായി ഒരുങ്ങണമെന്ന് 2-ാമത്തെ ലേഖനത്തിൽ നമ്മെ സ്പഷ്ടമായി
പത്രോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. ഈ പുസ്തകത്തിലെ പ്രധാന കീവേഡാണ് നാം ഇന്ന് രാവിലെ വായിച്ച വാക്യം 1 പത്രോസ് 4:1. ഈ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, ഇല്ലെന്നല്ല. ഈ ഭൂമിയിൽ ജനിച്ചു വീണ സകല മനുഷ്യർക്കും കഷ്ടതയുണ്ട്. ജനിക്കുമ്പോഴേ കഷ്ടതയിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. രോഗങ്ങളും വൈകല്യങ്ങളും ദുഃഖങ്ങളും ഒക്കെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രായമുള്ളവരുടെ കാര്യം പറയണ്ടായല്ലോ. ഈ ഭൂമി കഷ്ടത നിറഞ്ഞ, പോരാട്ടം നിറഞ്ഞ, ബന്ധനം നിറഞ്ഞ ഒരു ഭൂമിയാണ്. എന്നാൽ യേശു കർത്താവ് പറഞ്ഞ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. കാരണം യേശു പറയാനുള്ള കാരണം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആരാണ് ഞാൻ? യേശു കർത്താവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയാകുന്ന എന്നെ നിങ്ങളെ നോക്കി ഇന്ന് രാവിലെ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ കഷ്ടതയിൽ പതറരുത്, നിങ്ങൾ കഷ്ടതയിൽ വ്യാകുലപ്പെടരുത്, കഷ്ടതയിൽ നിങ്ങൾ ഞെരുങ്ങരുത്. കാരണം നിങ്ങൾ എൻ്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. പ്രയാസങ്ങളും വെല്ലുവിളികളും ദുഃഖങ്ങളും പോരാട്ടങ്ങളും കഷ്ടതകളും ജീവിതത്തിൽ വരുമ്പോൾ 2 കൈയും തലയിൽ വെച്ചുകൊണ്ട് കാറി കൂവി ഓടി നടന്ന് നിലവിളിക്കാനല്ല ഒരു ദൈവബദലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവബദലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ അറിയാമോ? അതാണ് യേശു കർത്താവ് അവിടെ പറഞ്ഞേ, ധൈര്യപ്പെടുവേ. ധൈര്യപ്പെടണം, ക്ഷീണിച്ചു പോകരുത്. അയ്യോ, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ, എൻ്റെ കൊച്ചിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ, എൻ്റെ സാമ്പത്തിക അവസ്ഥ ഇങ്ങനെ ആയല്ലോ, എൻ്റെ കുടുംബം ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞ് വ്യാകുലപ്പെട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ശപിച്ചും പ്രാഗി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാതെ ആ കഷ്ടതയ്ക്കകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ബോൾഡ് ഉള്ളവരായി മാറണം. നിങ്ങൾ ധൈര്യമുള്ളവരായി മാറണം. നിങ്ങൾ ധൈര്യപ്പെടണം. ജീവിതത്തിലെ എത്ര കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മളെ മാടി വിളിച്ചേ, അവിടെയൊക്കെ നമ്മൾ തകർന്നു നുറുങ്ങിയും പരാജയപ്പെട്ടു പോകുമെന്ന് പിശാച് നമ്മളെ നോക്കി വിധി എഴുതിയ നാളുകളില്ലേ? എന്നാൽ ആ സാഹചര്യത്തിൽ ദൈവത്തിന്റെ കൃപയുടെ വല്ലഭത്വത്തിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിച്ചത് കൊണ്ടല്ലേ നമ്മൾ നിലനിൽക്കുന്നത്. ആ ജോലിയിലുള്ള കഷ്ടത, കുടുംബജീവിതത്തിലുള്ള കഷ്ടത, കുഞ്ഞുങ്ങളിലുള്ള കഷ്ടത, ആരോഗ്യത്തിലുള്ള കഷ്ടത, രോഗാവസ്ഥകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ ഒക്കെ നേരിടുമ്പോൾ ഒരു ക്രിസ്തുഭക്തനെ കുറിച്ച് കർത്താവ് പറയുകയാ. ശിഷ്യന്മാര് പറഞ്ഞതല്ല, ഏതെങ്കിലും അപ്പസ്തോലന്മാര് ഉപദേശിമാര് പറഞ്ഞതല്ല. യേശു കർത്താവ് തന്നെ തൻ്റെ തിരുവാമൊഴിയാൽ ഈ ഭൂമിയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, ഇന്നും നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താണ്? ധൈര്യപ്പെടുവീൻ. കഷ്ടതയിൽ നിങ്ങൾ ധൈര്യപ്പെടുവീൻ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, കേൾക്കാൻ കൊതിക്കാത്തത് നിങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ, കണ്ണിന് കാണാൻ ആഗ്രഹിക്കാത്തത് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കാണുമ്പോൾ, ആ കഷ്ടതയ്ക്കകത്ത് തകർന്നു പോകാതെ ഉറപ്പും ധൈര്യവും ഉള്ളവരായി ഇരിക്കുക. അപ്പോൾ തന്നെ പത്രോസ് പറയുകയാണ്, കഷ്ടത ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ ആ ഭാവം തന്നെ എന്ത് ചെയ്യണം? ആമേൻ. ആ ഭാവം തന്നെ ധരിക്കണം. യേശുവിനെ പോലെ ആകണം. ഞാൻ ഇവിടെ ചിന്തിക്കുന്ന ഈ വാക്യത്തിൽ ഞാൻ ഇങ്ങനെ പറയാം, കർത്താവ് ക്രൂശിക്കപ്പെട്ടു, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം നമ്മളും നാളെ ഒരു കുരിശുണ്ടാക്കി കുരിശയിൽ നമ്മുടെ കൈയും അടിച്ച് കാലും അടിച്ച് ആണി കൊണ്ട് തറയ്ക്കണമെന്നല്ല. ആ ഭാവം തന്നെ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ക്രിസ്തു തുല്യമായി ക്രിസ്തുവിന് സേവിച്ച കാരണത്താൽ, ദൈവത്തിന് വേണ്ടി നിന്ന കാരണത്താൽ, ദൈവ പൈതലായി നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ആ പ്രതിസന്ധിയെ നിങ്ങൾ തരണം ചെയ്യണം. അപ്പോൾ അവിടെ നിങ്ങൾ അതിനെ ജയിക്കണം, അതിനെ നിങ്ങൾ ഓവർകം ചെയ്യണം. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ തോറ്റുപോവുകയല്ല ചെയ്യേണ്ടത്. എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു പ്രയാസം വരിക, ഒരു കഷ്ടത വരിക, അത് ഏതുവാകാം. കഷ്ടത വിവിധ രീതികളുണ്ടല്ലോ. ആ കഷ്ടത ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും പിറുപിറുക്കുകയല്ല ചെയ്യണ്ടേ. നമ്മൾ പകരം ദൈവത്തിനെ, അവന്റെ ആ ത്യാഗത്തെ നമ്മൾ ഓർക്കണം. യേശു കഷ്ടം അനുഭവിച്ചല്ലോ. ഒരു നിന്ന, എക്സാമ്പിൾ പറയാം, ഒരു നിന്ന വരിക. വീട്ടിലുള്ളവർ ചിലപ്പോൾ നിന്ദിക്കും, പള്ളിയിലുള്ളവർ നിന്ദിക്കും, ദേശത്തുള്ളവർ നിന്ദിക്കും, ജോലിയിലുള്ളവർ നിന്ദിക്കും. ആ നിന്ന കേൾക്കുമ്പോൾ നമ്മൾ അങ്ങ് ടയർഡാവും. അയ്യോ, എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കേട്ടത് എന്ന് പറഞ്ഞ് ക്രമേണ നമ്മുടെ പ്രാർത്ഥന അവസാനിക്കും, നമ്മുടെ സ്നേഹം അവസാനിപ്പിക്കും, നമ്മുടെ ഹൃദയത്തിലെ സന്തോഷം നഷ്ടപ്പെട്ടു പോകും. പകരം പിന്നെ നമുക്ക് കോപവും ശാഠ്യവും ദേഷ്യവും ഒക്കെ നമുക്ക് കടന്നു വരും.
പക്ഷെ ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് പത്രോസ് പറയുന്നത് നമ്മൾ അങ്ങനെയല്ല ആകേണ്ടത്. എടുത്തു ചാടി ബഹളം വെച്ച് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി നമ്മളെ തന്നെ നശിപ്പിക്കാതെ, നാം ഒരു വാക്ക് നമ്മൾ നിന്ദിക്കുന്നു എന്ന് കേട്ടെങ്കിൽ, ഒന്നി നേരിട്ട് കേട്ടു അല്ലെ മറ്റൊരാൾ വഴി നിങ്ങൾ കേട്ടെങ്കിൽ, അതിൻ്റെ മുമ്പിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? ക്രിസ്തുവിനെ ഓർക്കണം. ക്രിസ്തുവിനെ ഓർക്കുന്നത് എന്തിനറിയാമോ? ദൈവമേ, എൻ്റെ ഈ കഷ്ടം ഒന്ന് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കാനല്ല, അതിനല്ല. എൻ്റെ ഈ നിന്നയൊന്ന് മാറ്റിത്തരണമേ, എൻ്റെ പ്രയാസം ഒന്ന് നീക്കിത്തരണേ, അതിന് ഞാൻ അങ്ങ് ഉപവസിച്ചോളാം, ഞാൻ നേർച്ച നേർന്നോളാം, അതിന് പറയാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനാ ക്രിസ്തുവിനെ ഓർക്കുക എന്ന് പറഞ്ഞേ? എന്നാൽ എൻ്റെ കർത്താവ് ഈ നിന്നെ കൂടെ കടന്നുപോയതാണല്ലോ, കർത്താവ് ഇതിനെക്കാട്ടും വലിയ പ്രതിസന്ധികൾ കടന്നുപോയതാണല്ലോ എന്നൊരു തോന്നൽ, ഒരു ചിന്ത നിങ്ങളുടെ എൻ്റെ അകത്ത് വരുമ്പോൾ, ഈ ലോകത്തിൽ നമ്മൾ നേരിട്ട ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒന്നും അല്ല പ്രിയരെ. നമുക്ക് കർത്താവ് സഹിച്ച അത്രയും കഷ്ടത നമുക്ക് വന്നിട്ടുണ്ടോ? കർത്താവ് എന്തെല്ലാം കഷ്ടം സഹിച്ചു? കർത്താവ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് കുറ്റവാളിയായില്ലേ? ഒരു കള്ളനെ പോലല്ലേ ഗെത്സമനെ തോട്ടത്തിൽ നിന്ന് പിടിച്ചോണ്ട് പോയെ? കയ്യിൽ ചങ്ങലയിട്ടല്ലേ കൊണ്ടുപോയെ? ഒരു രാത്രി വെളുക്കുന്നിടം വരെ കർത്താവിനെ മാറി വിധിച്ചില്ലേ? ആ കർത്താവിനെ കുനിച്ച് നിർത്തി കൈ വെന്തിച്ച് ആ പുറമെ ഉഴവുചാലു പോലെ അടിച്ച് കീറിയില്ലേ? ആ കർത്താവിനെ വലിച്ചോണ്ട് പോയി ഒരു കസേരയെ കൊണ്ട് ഇരുത്തിയിട്ട് രാജവസ്ത്രം ധരിപ്പിച്ച് മുൾക്കിരീടം വെച്ച് കറുത്ത തുണി വെച്ച് കണ്ണു കെട്ടി തലയിൽ കോലുകൊണ്ട് അടിച്ചില്ലേ? അവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയില്ലേ? ആ കർത്താവിനെ പാളയത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി ക്രൂശ് എടുപ്പിച്ച് ഗോൽഗോത്ത വരെ കർത്താവിനെ വീണു എഴുന്നേൽപ്പിച്ച് നടത്തിയില്ലേ? ആ കാൽവറി ക്രൂശിൽ ചെന്നപ്പോൾ എന്താ സംഭവിച്ചേ? അവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന ക്രൂശിലേക്ക് എൻ്റെ കർത്താവിനെ മലർത്തി കിടത്തി ആ കൈകൾ രണ്ടും വലിച്ചു നീട്ടി ആണി വെച്ചടിച്ചില്ലേ? കർത്താവിന്റെ കാല് രണ്ടും ഒന്നിന്റെ പുറത്ത് ഒന്ന് കയറി വെച്ച് ആണി വെച്ചടിച്ചില്ലേ? ആ ശരീരം ആ കുഴിയിലേക്ക് ആ ക്രൂശോടെ എടുത്തിട്ടില്ലേ? ഇറന്നിറങ്ങിയില്ലേ എൻ്റെ അപ്പായുടെ ശരീരം? ഇതുവെല്ലാം നമ്മൾ സഹിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തോ സഹിച്ചത്? നാത്തൂൻ പറഞ്ഞതും ചേട്ടൻ പറഞ്ഞതും കൂടെ പ്രാർത്ഥിക്കുന്നവർ പറഞ്ഞതും അയലോക്കക്കാർ പറഞ്ഞതും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞതും ഭർത്താവ് പറഞ്ഞതും ദേശക്കാർ പറഞ്ഞതും ജോലിയിലുള്ളവരും പറഞ്ഞതൊക്കെ അല്ലേ നമ്മൾ സഹിച്ചിട്ടുള്ളേ? ആ വിഷയത്തിന്റെ പുറത്ത് നമ്മൾ ദൈവത്തോട് പിണങ്ങിയില്ലേ? ആ വിഷയത്തിന്റെ പുറത്ത് നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ പിണങ്ങിയില്ലേ? നമ്മൾ എടുത്തു ചാടി സംസാരിച്ചില്ലേ? കോപിഷ്ഠനായി മാറിയില്ലേ? പക്ഷേ ദൈവത്തെ നോക്കൂ, ഇതെല്ലാം സഹിച്ചിട്ടും ഇതെല്ലാം അനുഭവിച്ചിട്ടും അവിടെ എഴുതിയിരിക്കുന്നൊരു ഭാഗമുണ്ട്, അത് ഞാൻ പറയാം. ആമേൻ. യെശയ്യാവ് പ്രവാചകൻ പറയുന്നുണ്ട്, അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ, രോമം കത്രിക്കുന്ന ഇടയിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ കർത്താവ് എന്തു ചെയ്തു? മൗനമായി ഇരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഷ്ടം സഹിക്കുക. കഷ്ടത വരുമ്പോൾ മൗനത പാലിക്കണം. കഷ്ടത വരുമ്പോൾ മിണ്ടാതെ ഇരുന്ന് ദൈവം ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. കഷ്ടത ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പിറുപിറുക്കുകയല്ല ചെയ്യേണ്ടത്. വേദപുസ്തകം പറയുന്നു, മിണ്ടാതിരുന്ന് മൗനമായിരുന്ന് ദൈവത്തെ തിരിച്ചറിയുക. ശത്രുക്കളുടെ മുമ്പാകെയാണ് മേശ ഒരുക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ശത്രുക്കളുടെ മുമ്പാകെ അവൻ എനിക്ക് മേശ ഒരുക്കുന്നു. അപ്പൊ ശത്രുക്കൾ കഷ്ടതകൾ അഴിച്ചുവിടുമ്പോൾ, നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ, പ്രാർത്ഥനയെ ചോദ്യം ചെയ്യുമ്പോൾ, ആരാധനയെ ചോദ്യം ചെയ്യുമ്പോൾ, വിശുദ്ധിയെ ചോദ്യം ചെയ്യുമ്പോൾ, നിന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ചോദ്യം ചെയ്യുമ്പോൾ, അവിടെ നമ്മൾ പ്രതികരിക്കുകയല്ല, ഞാൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ നശിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അവിടെ നമ്മൾ മൗനമായിരിക്കണം. നിങ്ങളെക്കുറിച്ച് പലരും പലതും പറയട്ടെ, എന്നെക്കുറിച്ച് പലരും പലതും പറയട്ടെ, നമ്മൾ ഇതിൻ്റെ പുറകെ പോയി പ്രതികരിക്കരുത്. നമ്മൾ മൗനമായിരുന്ന് ദൈവത്തിൻ്റെ കയ്യിൽ അത് ഫലമേൽപ്പിക്കണം. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ആമേൻ 1 പത്രോസിന്റെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 22-23 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നത് ശ്രദ്ധിക്കുക. യേശു കർത്താവ് തൻ്റെ കഷ്ടതയിൽ യേശു കർത്താവ് എന്തു ചെയ്തു എന്നുള്ളതാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുക. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. ആരെക്കുറിച്ചാണ് പറയുന്നത്? യേശുവിനെ പറ്റി പറയുക. എന്നിട്ട് പറയുക, തന്നെ ശകാരിച്ചിട്ടു പകരം ശകാരിക്കാതെയും. യേശുവിനെ ശകാരിച്ചു, ഇല്ലേ? യേശുവിനെ ശകാരിച്ചു. പക്ഷെ കർത്താവ് എന്ത് ചെയ്തില്ല? പകരം ശകാരിച്ചില്ല.
ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും യേശു കർത്താവ് എന്തോ സഹിച്ചു? കഷ്ടം സഹിച്ചു. പക്ഷെ കർത്താവ് ആ കഷ്ടതയ്ക്കകത്ത് നിന്നുകൊണ്ട് ഒരു പരാതിയും പറഞ്ഞില്ല. ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. ജീവിതത്തിൽ കർത്താവ് ചെയ്തത് കണ്ടോ? ന്യായമായത് ചെയ്യുന്ന, ന്യായമായി വിധിക്കുന്ന ദൈവത്തിന്റെ പക്കൽ തന്റെ കാര്യം ഫലമേൽപ്പിച്ചു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ, നിന്ദയിൽ കൂടെ, പരിഹാസത്തിൽ കൂടെ, വേദനയിൽ കൂടെ, അപമാനത്തിൽ കൂടെ, അപവാദത്തിൽ കൂടെ നീ കടന്നു പോകുന്നുണ്ടാകാം. നീ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഈ സന്ദേശം കേൾക്ക്. നീ പ്രതികരിക്കരുത്, മനുഷ്യരോട് നീ പ്രത്യുത്തരം പറയരുത്, ഭീഷണ വാക്കുകൾ നീ ഉപയോഗിക്കരുത്. പകരം കാര്യങ്ങൾ ന്യായമായി ചെയ്യുന്ന ഒരു ന്യായാധിപൻ നമുക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മൗനമായി ഇരിക്കണം. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. യേശു കർത്താവ് ചെയ്തത് ന്യായമായി ചെയ്യുന്നവന്റെ കയ്യിൽ തന്റെ കാര്യങ്ങളെ ഫലമേൽപ്പിച്ചു. തന്നെ ശകാരിച്ചിട്ട് ശകാരിക്കാതെയും, കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയിട്ട് പിറുപിറുക്കാതെയും, തന്നെ കോലുകൊണ്ടടിച്ചവരോടും, തൻ്റെ മുഖത്തടിച്ചവരോടും, മുഖത്ത് തുപ്പിയവരോടും, തലയിൽ മുൾക്കിരീടം വെച്ചവരോടും, ദേഹത്ത് ചാട്ട കൊണ്ടടിച്ചവരോടും ക്രൂശിക്ക ബർബാസിനെ വിട്ടുതരിക എന്ന് പറഞ്ഞ ജനത്തോടും പുരോഹിതന്മാരോടും പുരോഹിത വർഗത്തോടും ദൈവം ശകാരിച്ചില്ല. പകരം സ്വർഗത്തിലെ ദൈവത്തിന്റെ കയ്യിൽ, ന്യായമായി ചെയ്യുന്ന തമ്പുരാന്റെ കയ്യിൽ കാര്യം അങ്ങ് ഫലമേൽപ്പിച്ചു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. കഷ്ടതയിൽ തളർന്നു പോകരുത്. ജീവിതത്തിൽ കയറി വരുന്നതായ നൊമ്പരങ്ങൾ, വേദനകൾ, പരിഹാസങ്ങൾക്കകത്ത് നിങ്ങൾ ഉടഞ്ഞു പോകരുത്. പകരം കാര്യങ്ങൾ ന്യായമായി ചെയ്യുന്ന ദൈവത്തിന്റെ കയ്യിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുക. അവിടുന്ന് നിന്റെ കഷ്ടങ്ങളെ ജയിച്ച യേശു നിങ്ങളുടെ കഷ്ടങ്ങളും ജയിക്കാൻ കൃപ ദൈവം നിങ്ങൾക്ക് തരും. അങ്ങനെങ്കിൽ ഈ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ലോകത്തെ ജയിക്കും, കാരണം ഞാൻ ലോകത്തെ ജയിച്ചവൻ. കഷ്ടത വരട്ടെ പ്രിയരെ. ഈ ഭൂമി ജീവിക്കുമ്പോൾ കഷ്ടത നമുക്ക് അനിവാര്യമാണ്. പക്ഷെ ആ കഷ്ടതയ്ക്കകത്തും നിത്യതയിലേക്ക് പോകാനുള്ള ഒരു വഴിയായി നിങ്ങൾ കണ്ടിട്ട് കർത്താവിനോട് പറയണം, പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ, അവിടുത്തെ ശക്തിയും കൃപയും എൻ്റെ മേൽ പകരണമേ. കഷ്ടതകളുടെ നടുവിൽ പിറുപിറുത്ത് നിന്റെ ആത്മീയതയെ നശിപ്പിക്കാനല്ല, കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് പറഞ്ഞ് മുട്ടുമടക്കി ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും. വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചില വിഷയങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എഴുതിയിടുക. ഈ സന്ദേശം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. കഷ്ടത സഹിക്കുക. അതിനകത്ത് ക്രിസ്തുവിന്റെ ഭാവം തെളിഞ്ഞു വരട്ടെ. കാര്യങ്ങൾ ന്യായമായി ചെയ്യുന്നവന്റെ കയ്യിൽ ഫലമേൽപ്പിച്ചാൽ മതി. ഒരു വിടുതൽ ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകും. കർത്താവ് ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം, കൃപയുടെ ആത്മാവിനായി സ്തോത്രം, ദൈവശക്തിക്കായി സ്തോത്രം, അവിടുത്തെ ആലോചനയ്ക്കായി സ്തോത്രം. ക്രിസ്തുവിന്റെ ആ ഭാവം തന്നെ ഞങ്ങളിലും ഉണ്ടായി. ചില കഷ്ടതയിലും വേദനയിലും ഞങ്ങൾ മൗനമായിരുന്ന് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിന്ന് ദൈവവൃത്തി കാണാൻ ഞങ്ങളെ ഒരുക്കണേ. ഈ ജനത്തെ ഒരുക്കണേ. കൃപയിൽ ഞങ്ങളെ മറക്കണേ. ബലഹീനതകളെ മാറ്റണമേ. രോഗങ്ങളെ മാറ്റണേ. കഷ്ടതകളെ മാറ്റണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.